വോയിസ് ക്ലാരിറ്റി ഉണ്ടോ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ അല്ലേ? വീണ്ടും ശരി. നമ്മൾ പ്രിവെന്റിങ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതിനകത്ത് വി ഫിനിഷ്ഡ് ടെക്നോളജിക്കൽ സൊല്യൂഷൻസ്. ഇത് നമ്മൾ കഴിഞ്ഞു. Then what we have to finish is organizational solutions, within which we have two: global efforts and national efforts. Hope you remember the framework. Okay അല്ലേ? ഫ്രെയിംവർക്ക് നോക്കുന്നുണ്ടോ? Then, so within which we are going to cover this global efforts. കണ്ടിന്യൂസ്ലി ഇനി ഒരാഴ്ച ക്ലാസ് ഉണ്ടാവേ. ഒരാഴ്ച ക്ലാസ് ഉണ്ടായിട്ട് മാക്സിമം തീർക്കാൻ പറ്റുന്നത് തീർക്കാം. ഐ എം നോട്ട് വെരി ഷുവർ ബിഫോർ എക്സാം എല്ലാം തീർക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക് ഉറപ്പില്ല. കാര്യം ഓരോരോ കാര്യങ്ങളായിട്ട് എൻഗേജ് ആയി പോവാണ്. ഫിസിക്കലി ഹെൽത്തും കുറച്ച് വയ്യായിരുന്നു. പിന്നെ അല്ലാണ്ട് കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും മാക്സിമം നിങ്ങൾ പരീക്ഷ വരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഫോളോ ചെയ്തോ. പറ്റാവുന്ന മാക്സിമം തീർക്കാം. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ആഡ് ഓൺ ആയിട്ട് ഇരിക്കട്ടെ. ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ. സോ എനിക്ക് പിന്നെ ഇതിനകത്ത് കുറച്ച് വായിച്ച് കുറേ ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ്, ഒരു കോംപ്രിഹെൻസീവ് ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ അഷ്വറിങ് യു നിങ്ങൾ ഇതിനകത്ത് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ബോണസ് ആയിരിക്കും. നിങ്ങൾക്ക് സാധാ ക്ലാസ്സിന് കിട്ടാത്തതായിരിക്കും കിട്ടുന്നത്. കുറച്ചുകൂടി ഒരു ഐഡിയ കോൺക്രീറ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ലൈക്ക് ഈവൻ ഈ ഓർഗനൈസേഷൻ സൊല്യൂഷൻസ് ഒക്കെ മേ ബി യു ഹാവ് കവേർഡ് ഏർലിയർ ഓൾസോ. ഈ വർഷം PCM ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ UNFCCC ഒക്കെ കവർ ചെയ്താണോ? UNFCCC പാരീസ് എഗ്രിമെന്റ് കവർ ചെയ്താണോ? കവർ ചെയ്താണോ? കേട്ടാണോ എവിടെയെങ്കിലുമൊക്കെ? യെസ്. ഓക്കെ, കേട്ടു. ശരി. അപ്പോൾ അതിൻ്റെ മേളിൽ എനിക്ക് എന്തെങ്കിലും തരാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഐഡിയാസിനെ ഒന്നുകൂടെ ഒന്ന് സെറ്റിൽ ചെയ്യാനും ഒന്നുകൂടെ ഒന്ന് സിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കുറച്ച് ഫ്രെയിം വർക്ക്സും ഞാൻ തരാം. ആൻഡ് ഭാഗ്യശ്രീ, അറിയോ മലയാളി ഓർ നോട്ട്? വാട്ട് എനി നോമിനലീസ് ഹിയർ? എനി നോമിനലീസ്? ഇല്ല, എല്ലാവരും മലയാളിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ബിക്കോസ് ഓഫ് ദ സെക്കൻഡ് നെയിം ഐ തോട്ട് ദാറ്റ് മേ വേറെ നോർമലി ആയിരിക്കും എന്നുള്ളതാണ് വിചാരിച്ചത്. ഓക്കെ, ഫൈൻ. സോ പ്രിവെന്റിങ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഗ്ലോബൽ എഫേർട്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഗ്ലോബൽ എഫേർട്സിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് UNFCCCയുടെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. ബട്ട് സ്റ്റിൽ അത് മാത്രമായിട്ട് പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തരിക എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും അപ്പം നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഈ പ്രിവെന്റിങ് ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഓർഗനൈസേഷനെ പറ്റി അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കീവേഡ്സ് എന്തൊക്കെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ? എന്തൊക്കെയാണ് നിങ്ങൾ യൂഷ്വലി കേൾക്കാറുള്ളത് അല്ലെങ്കിൽ പഠിക്കാറുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കീവേഡ്സ് ഒന്ന് പറഞ്ഞു. ഈ ഗ്ലോബൽ എഫേർട്സ് നിങ്ങൾ എന്തൊക്കെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്, യൂഷ്വലി നിങ്ങൾ കവർ ചെയ്ത് പോകാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പാരീസ് കവർ ചെയ്ത് പോകാറുണ്ട്. പാരീസ് എഗ്രിമെന്റ്. വേറെ? പോരട്ടെ, എനിക്കിത് 2 ക്ലാസ് കൊണ്ട് തീർക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പോർഷൻസ് 2 ക്ലാസ് കൊണ്ട് തീർക്കാം. ഇന്നത്തെ ക്ലാസ്സും നാളത്തെ ക്ലാസ്സും. ക്യോട്ടോ പ്രോട്ടോകോൾ നിങ്ങൾ കേൾക്കാറുണ്ട്, മോൺട്രിയൽ കേൾക്കാറുണ്ട്, ഓസോണായിട്ട് ബന്ധപ്പെട്ടാണ്. മോൺട്രിയൽ കേൾക്കാറുണ്ട്, IPCC കേൾക്കാറുണ്ട്, COPs കേൾക്കാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ടുള്ള വേർഡുകളാണ്. ഓക്കെ, ഫൈൻ. ശരി. അപ്പോൾ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടന്റ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഞാൻ ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് തരാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം പ്രിവെന്റിങ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതെന്ന് പറയുന്നത് GCFനെ പറ്റി കേട്ടിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് ആയിരുന്നു. ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻസ് വഴിയാണ് നമ്മളത് ഡീൽ ചെയ്തത്. എങ്ങനെയാണ് ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ട് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് പ്രിവെന്റ് ചെയ്യാന്നുള്ളത്. സോ ഹിയർ നമ്മൾ ഈ ട്രാൻസ്നാഷണൽ ലെവലിൽ എന്തൊക്കെ എഫേർട്സ് നമുക്ക് എടുക്കാൻ കഴിയും,
എന്തൊക്കെ എഫർട്സ് എടുത്തിട്ടുണ്ട്, ഇന്നേ വരെയുള്ള ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ലോജിക്കൽ ഫ്രെയിംവർക്കിലേക്ക് വരാം, എങ്ങനെയാണ് ഈ കാര്യം പോകുന്നത്. ഓക്കെ, ഒരു ദൃശ്യം ഞാനൊന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. ഫൈൻ. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അറിയാം. നൗ വി നോ ദാറ്റ് വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്, വാട്ട് ആർ ദി ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് യു ഡോണ്ട് ടേക്ക് എനി ആക്ഷൻ ഇറ്റ് വിൽ ട്രിഗർ ഇൻ ദ ഫ്യൂച്ചർ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവുന്നുള്ളത് നൗ വി നോ. പക്ഷേ ഒരു 50-60 ഇയേഴ്സ് ബാക്ക് ഇതായിരുന്നില്ല അവസ്ഥ. ആദ്യമായിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ടെന്നുള്ളതും, അല്ലെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഹാപ്പനിങ്സ് എന്നൊക്കെ ഉള്ളത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ ഇൻസിഡന്റ് ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് ആൾക്കാർക്ക് അതിനെപ്പറ്റി അവെയർ ആകുന്നത്. സോ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, ഗ്ലോബൽ എഫേർട്സ് ഒക്കെ തുടങ്ങാൻ കാരണമായിട്ട് നമ്മൾ പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നത്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഒരു ആദ്യമായിട്ട് ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഷ്യസ്നെസ് റേസ് ചെയ്യുന്നത് എർത്ത് ഡേ എന്ന് പറയുന്ന ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. എർത്ത് ഡേ 1970-ലാണ് ആദ്യത്തെ എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ആനുവൽ ഇവന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് April 22nd 1970 ഹെൽഡ് ചെയ്ത എർത്ത് ഡേ ആയിരുന്നു. ഇപ്പം അത് എർത്ത് ഡേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, എർത്ത് ഡേ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു NGO വഴി ഇപ്പോൾ എല്ലാ വർഷവും April 22nd അക്രോസ് ദ വേൾഡ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. April 22nd. ഓക്കെ, അപ്പം അതിനകത്ത് ഞാൻ തീം എഴുതി വെച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ തീം ഫോർ 2024 ഇസ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. ജസ്റ്റ് പ്ലിംസിന് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്, ബട്ട് സ്റ്റിൽ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു തീമാണ് എർത്ത് ഡേ 2024 തീം എന്ന് പറയുന്നത്. റിമെമ്പർ April 22nd ആണ് എർത്ത് ഡേ വരുന്നത്. 1970-ലാണ് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ 19 സെലിബ്രേറ്റ് ചെയ്യുക മീൻസ് സപ്പോർട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ 1970-ൽ ഇങ്ങനെ ഒരു ട്രിഗർ ഇവന്റ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് 1969-ലുണ്ടായിട്ടുള്ള സാന്റാ ബാർബറ എന്ന് പറയുന്ന US-ലെ സാന്റാ ബാർബറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഓയിൽ സ്പില്ലാണ്. ഹോപ്പ് യു ഹാവ് ഹേർഡ് അബൌട്ട് ദിസ്. 1969-ലെ സാന്റാ ബാർബറ ഓയിൽ സ്പിൽ. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് എത്രത്തോളം ഡേഞ്ചറസ് ആയിരുന്നു നോക്കിക്കഴിഞ്ഞാൽ, ഏതാണ്ട് 3 മില്യൺ ഗാലൻസ് ഓഫ് ഓയിലാണ് സ്പ്രെഡ് ആയത്. 3 മില്യൺ ഗാലൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ആ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ്റെ അത്യാവശ്യം വലിയൊരു ഏരിയയിൽ ഈ ഒരു ഓയിൽ സ്പിൽ ഉണ്ടായി. ഈ ഇമേജ് ഒക്കെ ആ ഒരു ഓയിൽ സ്പില്ലിന് ശേഷം സീന്ന് കിട്ടിയൊരു ഇമേജാണ്. എത്രത്തോളം ഓർഗാനിസംസും എത്രത്തോളം അനിമൽസും ബേർഡ്സും ഒക്കെ ഈ ഒരു ഓയിൽ സ്പിൽ വഴി അഫക്റ്റ് ആയി എന്നുള്ളത് നമുക്ക് ഈ ഇമേജ് കാണുമ്പോൾ അതിൻ്റെ ഒരു സിവിയറിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സാന്റാ ബാർബറ ഓയിൽ സ്പില്ലായിരുന്നു ഓയിൽ സ്പിൽ ഓഫ് 1969 എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് ഒരു എക്സാമിന് എനിക്കൊന്ന് KS എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. KS മെയിൻസിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഓയിൽ സ്പിൽ, ഈ ഒരു ഇവന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഓർത്ത് വെച്ചേക്ക്, ഇതായിരുന്നു ഒരു ട്രിഗർ ഇവന്റ് എന്ന് പറയുന്നത്. ഈ ട്രിഗർ ഇവന്റിന് ശേഷമാണ് 1970-ൽ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലൈമറ്റ് ജസ്റ്റിസ് വേണം എന്നൊരു ഐഡിയ മുന്നോട്ട് വരുന്നതും എർത്ത് ഡേ പോലുള്ള ഇവന്റ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നതും. അതിനുശേഷം 1970-ലും 80-ലൊക്കെ ആയിട്ട് ഒത്തിരി ഓർഗനൈസേഷൻസ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻവയോൺമെന്റൽ കൺസർവേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് NGOs ആണ്. ഫ്രണ്ട്സ് ഓഫ് എർത്ത് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു NGO. ഇതെല്ലാം NGO ആണ്, ജസ്റ്റ് ആരും ചോദിച്ചിരുന്നത് പേര് മാത്രം ചോദിച്ചിരുന്നാൽ മതി. NGO ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് 1992-ൽ ഫോം ചെയ്ത NGO ആണ്. അതേപോലെ ക്ലൈമറ്റ് ജസ്റ്റിസ് നെറ്റ്വർക്ക്, ഇതൊക്കെ ലേറ്റ് 2000-ലൊക്കെ ഉണ്ടായതാണ്. ക്ലൈമറ്റ് ജസ്റ്റിസ് ആക്ഷൻ, ക്ലൈമറ്റ് ജസ്റ്റിസ് നെറ്റ്വർക്ക്, ഇതൊക്കെ 2000-ലൊക്കെ ഉണ്ടായിട്ടുള്ള NGOs ആണ്. അപ്പോൾ ഗ്ലോബലി ഉണ്ടായ ഇവന്റ്സിന് നമുക്ക് ഒഫീഷ്യൽ ഇവന്റ്സ് എന്ന് അൺഒഫീഷ്യൽ ഇവന്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ അൺഒഫീഷ്യൽ ഇവന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും NGOs ആയിരിക്കും അതിനെ. ഒരു ക്യാമറ ഓണാക്കാം 1 സെക്കൻഡ്. ഓക്കെ, അൺഒഫീഷ്യൽ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി NGOs ആണ് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഈ ഇവന്റ്സിനെയൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റ്സിനെയൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മൂവ്മെന്റ്സ് ഇനിഷ്യേറ്റ് ചെയ്ത NGOs ആണ് ഫ്രണ്ട്സ് ഓഫ് എർത്ത് ഇന്റർനാഷണൽ, ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക്, CGA പോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ. അപ്പോൾ ഓവർ ദി ഡെക്കേഡ് 1970s 80s 90s-ലൊക്കെ ഇങ്ങനെ പല NGOs ഫോം ചെയ്തുകൊണ്ടേയിരുന്നു. അവർ ഓരോ ആൾക്കാരും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊരു പാരലി നടന്നുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്സ് ആയിരുന്നു.
ഇതിന് പാരലായിട്ടായിരുന്നു ഒഫീഷ്യലായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ മുന്നിൽ ഒഫീഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഗ്ലോബൽ സ്കെയിലിൽ ഒഫീഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മിക്കപ്പോഴും യു എന്നിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നടക്കുന്ന ഇവന്റ്സിനെയൊക്കെ ആയിരിക്കും നമ്മൾ ഒഫീഷ്യൽ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഇവന്റ്സിനെയൊക്കെ ആയിരിക്കും നമ്മൾ ഒഫീഷ്യൽ ഇവന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതേപോലെ അൺഒഫീഷ്യൽ ഇവന്റ്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പാരലായിട്ട് ഒഫീഷ്യൽ ഇവന്റ്സ് നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് 1970 എർത്ത് ഡേ മാത്രം ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. April 22 ആണ് എർത്ത് ഡേ എന്നുള്ളത് അതിന്റെ തീം ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ബാക്കി നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ പേര് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്സ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോഴും ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ദീസ് ആർ ജസ്റ്റ് NGOs എന്ന് മാത്രം വെച്ചിരുന്നാൽ മതി. ഈ NGOസിനുള്ളിൽ ഇപ്പൊ ക്യാൻ എന്ന് പറയുന്ന ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ് കൺസർവേഷൻ. ഇതിനുള്ളിൽ ഒത്തിരി ബാക്കി ഓർഗനൈസേഷൻസ് ഉണ്ട്. കുറേ ഓർഗനൈസേഷൻസ് ചേർന്നിട്ടാണ് ഈ ക്യാൻ എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു NGO ഉള്ളത്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. മൂവിങ് ഓൺ. പിന്നെ ഉണ്ടായ ഒരു മേജർ ഇവന്റ് എന്ന് പറയുന്നത് 1970 എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഉണ്ടായ ഒരു മേജർ ഇവന്റ് എന്ന് പറയുന്നത് 1972 ഉണ്ടായിട്ടുള്ള ദ ഫസ്റ്റ് വേൾഡ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ്. ഇതാണ് നിങ്ങൾ അടുത്ത് പഠിക്കേണ്ടത്. ദ ഫസ്റ്റ് വേൾഡ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്നിട്ടുണ്ടായിട്ടുള്ള സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് വിളിക്കാറുണ്ട്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് ഇൻ സ്റ്റോക്ക്ഹോം. രണ്ട് പേര് നിങ്ങൾ പഠിക്കണം. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് വിളിക്കാറുണ്ട്. യൂഷ്വലി നമ്മുടെ എല്ലാവരും പഠിക്കുന്നത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നാണ്, പക്ഷെ അതിന്റെ ഒഫീഷ്യൽ പേരുകൂടി പഠിച്ചു വെച്ചേക്കാം. UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്, UN കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെന്റ്. ആ പേര് പഠിച്ചു വെച്ചേക്കാം, ഹ്യൂമൻ എൻവയോൺമെന്റ്. അപ്പോൾ ഒരു ഗ്ലോബലി ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു മേജർ ഓർഗനൈസ്ഡ് ഇവന്റ് എന്ന് പറയുന്നതായിരുന്നു ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അപ്പൊ അതില് ഒത്തിരി പൊളിറ്റിക്കൽ ലീഡേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ റഷ്യ പോലുള്ള കൺട്രീസ് ഒന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പുറകിലൊക്കെ പല പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോൾഡ് വാർ ഒക്കെ ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഈ 1970s എന്ന് പറയുന്നത്. ഈ കോൺഫറൻസിലേക്ക് റഷ്യയുടെ ഗ്രൂപ്പിങ്ങിലുള്ള ഒരു കൺട്രീനെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, മേ ബി വെസ്റ്റ് ജർമ്മനി ആണെന്ന് തോന്നുന്നു, ഈസ്റ്റ് ജർമ്മനി ആണെന്ന് തോന്നുന്നു, ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് റഷ്യ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതിൽ പങ്കെടുത്ത ഏറ്റവും മേജർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദെൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി പങ്കെടുത്തു, അവിടെ 1972 പങ്കെടുത്തു. എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോടുകൂടി ഇന്ത്യനെ കൂടി കൺസിഡർ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്ലോബൽ കോൺഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫറൻസ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് പറയാം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് മീറ്റിംഗ് നടന്ന സ്ഥലമാണ് ഫോൾക്കെറ്റ്സ് ഹസ് ബിൽഡിംഗ്. ജസ്റ്റ് ഇതൊക്കെ ഒരു സേക്ക് ഓഫ് നോളജിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഈ മീറ്റിംഗ് നടന്നത്. ഐക്കോണിക് ആയിട്ടുള്ള ഫസ്റ്റ് UN കോൺഫറൻസ് നടന്നത്, ഹ്യൂമൻ എൻവയോൺമെന്റ് നടന്നത്. ഈ ഒരു കോൺഫറൻസിന്റെ പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത് ഈ അവസാനത്തെ ലൈനാണ്. വൺ ഓഫ് ദ മേജർ റിസൾട്ട്സ് ഓഫ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് വാസ് ദി ക്രിയേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. ഇന്ന് നമ്മൾ മുന്നോട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ എൻവയോൺമെന്റൽ പ്രോഗ്രാംസും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള യുഎന്നിന്റെ കീഴിലുള്ള എല്ലാ ഒഫീഷ്യൽ ഈ എൻവയോൺമെന്റൽ പ്രോഗ്രാംസും ലോഞ്ച് ചെയ്യുന്നത് UNEP എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. UN എൻവയോൺമെന്റ് അല്ലെങ്കിൽ UNEP. ആ UNEP ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ UNEP വാസ് ക്രിയേറ്റഡ് അറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് നൈറോബി. അപ്പോൾ എന്തുകൊണ്ട് നൈറോബി സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്ന് പറയുന്ന ആരുടെ ആവശ്യമാണ്? ഡെവലപ്ഡ് കൺട്രീസിന്റെ ആവശ്യമല്ല. ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത് ഡെവലപ്പിംഗ് നേഷൻസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് ആണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഇൻസിഡന്റിന്, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇന്നൊരു ഇവന്റ് എല്ലാവരും ഒരുപോലെയാണ് അഡ്രസ് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ അഫക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ വേണം. ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ഒരിക്കലും ഏലിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സും എല്ലാ ഫെസിലിറ്റീസും ഡെവലപ്ഡ് നേഷൻസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് നേഷൻസ് ഫിയർ ചെയ്യും. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള കൺട്രീസ്, ചൈന പോലുള്ള കൺട്രീസ്, ആഫ്രിക്കൻ നേഷൻസ് പോലുള്ള നേഷൻസ് ഫിയർ ചെയ്യും. കാരണം നമുക്കൊന്നും കിട്ടുന്നില്ല, പോളിസീസ് എടുക്കുന്നത് അവരാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം പറഞ്ഞു തരുന്നു, നമ്മളത് ഫോളോ ചെയ്താൽ മാത്രം മതി എന്നൊരു മെന്റാലിറ്റി ചിലപ്പോൾ അവരുടെ ഉണ്ടായി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ടും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആ ഒരു എൻ്റയർ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനെയൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഇവന്റിന് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഒരു ഗ്ലോബൽ മേജർ എൻവയോൺമെന്റൽ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നെയ്റോബിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, കെനിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം.
അതായിരുന്നു ആ ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ആദ്യത്തെ എർത്ത് സമ്മിറ്റിൽ, സോറി, ആദ്യത്തെ ഈ ഒരു UN കോൺഫറൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് അതിനകത്ത് പങ്കെടുത്ത ഒരേ ഒരു മേജർ ലീഡർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ദിരാഗാന്ധി അവിടെ ചെന്നിട്ട് ഞാനിവിടെ ഒരു ലിങ്ക് ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലിങ്ക് ഉണ്ടാവും. ഇന്ദിരാഗാന്ധി ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ നടത്തിയ സ്പീച്ചിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഡൗൺ ടു എർത്തിൽ കിട്ടും. ഈ ലിങ്ക് കോപ്പി ചെയ്ത് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് വായിക്കണം എന്നുള്ള ആൾക്കാർക്ക് വായിക്കാം. അപ്പോൾ എത്രത്തോളം ഇന്ത്യൻ ആ സമയത്തുള്ള അഡ്മിനിസ്ട്രേഴ്സ് അല്ലെങ്കിൽ ദ ദെൻ പ്രൈം മിനിസ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്ത്യൻ എൻവയോൺമെന്റൽ കൺസർവേഷന് കൊടുത്തിരുന്നു. ഓവർ ദ പീരീഡ് അത് ഡിറ്റീരിയോട്ട് വരുവാണ്. ബട്ട് സ്റ്റിൽ ഇതിന്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒത്തിരി സപ്പോർട്ട് ദെൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തു, സ്പീച്ച് ഒത്തിരി നടത്തി. അതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്പീച്ച് വായിക്കാൻ പറ്റുന്ന ആൾക്കാർ വായിച്ചത് നല്ലതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ 1972 നടന്ന ഈ ഒരു ഇവന്റിൽ പങ്കെടുത്തതിന് വന്നതിന് ശേഷമാണ്, തിരിച്ചു വന്നതിന് ശേഷമാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സീരീസ് ഓഫ് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. WPA ആയി കഴിഞ്ഞാൽ WPA 1972, പ്രോജക്ട് ടൈഗർ വരുന്നത് 1973-ലാണ്. പിന്നെ വരുന്നത് എന്താണ്, എയർ ആക്ട് വരുന്നത് 1980, അല്ലെ വാട്ടർ ആക്ട് 1974. ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആയിട്ട് കുറെ കൂടെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് EPA 1986. ഈ ഒരു ടൈം പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇന്നേ വരെ നടത്തിയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. WPA 1972 എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ആക്ട്. ഈ ഒരു ആക്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ആക്ട് ഒരിടത്തും കാണാൻ കഴിയില്ല, വിച്ച് ഗീവ്സ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അപ്പൊ അത് എനാക്ട് ചെയ്യുന്നത് റൈറ്റ്ലി ആഫ്റ്റർ ദിസ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അതിൽ പങ്കെടുത്തതിന് ശേഷം വന്നിട്ടാണ് ആ ഒരു സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഈ ആക്ട് എനാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മതി. ഈ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാലും മതി. ഇന്ദിരാഗാന്ധി ഫുൾ സ്പീച്ച് അറ്റ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഡൗൺ ടു എർത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ PDF കിട്ടും. ഓക്കെ, ടെക്സ്റ്റ് കിട്ടും, വായിക്കാനായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ 1970 ഡേയുടെ കാര്യം ഞാൻ പറഞ്ഞു, 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് പറഞ്ഞു. എന്താണ് ആ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഫുൾ പേര്? സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുമ്പോഴും അതിന്റെ ഒറിജിനൽ പേര് ആലോചിച്ചേക്കാം. ചിലപ്പോൾ UPSC തെറ്റിക്കാനായിട്ട് അങ്ങനെയും ചോദിക്കാം. UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഹ്യൂമൻ എൻവയോൺമെന്റ്. ഓക്കെ, UNCH, ഹ്യൂമൻ എൻവയോൺമെന്റ്. അപ്പൊ ആ ഒരു ടേം ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് UNEP ആണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും UNEP അതിന്റെ റിസൾട്ട് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. 1972 ഈ കോൺഫറൻസിന് 2022 ആയപ്പോഴത്തേക്ക് എത്ര വർഷമായി? 50 ഇയേഴ്സ് ആയി. 50 ഇയേഴ്സ് ആയി. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ 2023 വേറൊരു മീറ്റിംഗ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക്ഹോം പ്ലസ് 50 കോൺഫറൻസ്. ഹോപ്പ് യു ഹാവ് സീൻ ദാറ്റ് കോൺഫറൻസ്. കറണ്ട് അഫയേഴ്സിൽ വായിച്ചിട്ടുണ്ടാവും. സ്റ്റോക്ക്ഹോം പ്ലസ് 50 എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് കഴിഞ്ഞ വർഷം ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 50 ഇയേഴ്സ് ഓഫ് UNEP അല്ലെങ്കിൽ 15 ഇയേഴ്സ് ഓഫ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ചെയ്തു, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അത് തന്നു, എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് എ കറണ്ട് അഫെയർ. ദോസ് ഹു വാണ്ട് ടു റെഫർ, പ്ലീസ് റെഫർ. സ്റ്റോക്ക്ഹോം പ്ലസ് 50 എന്ന് പറയുന്ന കോൺഫറൻസിനെ പറ്റി ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഓരോ വർഷവും ഇങ്ങനെ അല്ലെങ്കിൽ ഓരോ സിഗ്നിഫിക്കൻസ് ഇവന്റ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം. 1972 എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ് അവിടുത്തെ ബെഞ്ച് മാർക്ക്. അതിനുശേഷം 20 വർഷം കഴിഞ്ഞ് നടക്കുന്ന സ്റ്റോക്ക്ഹോം പ്ലസ് 20, സ്റ്റോക്ക്ഹോം പ്ലസ് 10, സ്റ്റോക്ക്ഹോം പ്ലസ് 50, അങ്ങനെ ഓരോരോ ഇവന്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ നോക്കേണ്ടത് ഈ സ്റ്റോക്ക്ഹോം പ്ലസ് 50 എന്ന് പറയുന്ന ഒരു കോൺഫറൻസിന്റെ ഡീറ്റെയിൽസ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ UNEPയുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ UNEP@50 എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് ഉണ്ടാവും. UNEP@50 എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് UNEPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനുണ്ട്, അകത്തുണ്ടാവും. അപ്പൊ ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്ലൈഡിലേക്ക് ആ ടൈം ലൈൻ നോക്കിയിട്ട് ഞാൻ പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. ഇതെല്ലാം പല ഭാഗത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈവൻറ്റ്സ് ആണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നില്ല. ഒന്നോ രണ്ടോ ലൈൻ വെച്ച് പറഞ്ഞു തരാം ഇതിന്റെ മിക്ക കാര്യങ്ങളുടെ.
അതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു തരാം. ജസ്റ്റ് മെൻഷൻ ആണ്, കാര്യം ഇതൊക്കെ ഓരോന്നും നമ്മൾ എൻവയോൺമെന്റ് പല പല സ്ഥലത്തായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം UNEP മാത്രം ചെയ്തതുമല്ല. UNEP വാസ് ഇൻസ്ട്രുമെന്റൽ. ഈ ഓരോരോ പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുന്നതിൽ UNEPയുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ പലതും പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും പല ഏരിയയിലായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ പഠിക്കും, നമ്മൾ ഇവിടെ പഠിക്കില്ല. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ജോയിൻ ചെയ്തു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയേക്കാം. പിന്നെ ഇവിടെ ലീഡേഴ്സ് സൈൻ കൺവെൻഷൻ ഓൺ ദ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ഫ്രം ഷിപ്സ്, മാർപോൾ കൺവെൻഷൻ, ഇത് നോക്കി വെക്കേണ്ടതാണ്. മറൈൻ പൊല്യൂഷൻ കൺവെൻഷൻ, മാർപോൾ കൺവെൻഷൻ ഒരു പ്രധാനപ്പെട്ട കൺവെൻഷനാണ്, ഒന്ന് നോക്കി വയ്ക്കാം. മാർപോൾ കൺവെൻഷൻ ഇതെല്ലാം UNEP കൊണ്ടുവന്ന കൺവെൻഷൻസ് ആണ്, മാർപോൾ കൺവെൻഷൻ. ദെൻ സൈറ്റ്സ് നമ്മൾ പ്രത്യേകം പഠിക്കും. സൈറ്റ്സ് തുടങ്ങിയിരിക്കുന്നത്, സൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തുടങ്ങിയിരിക്കുന്നത് UNEPയും വേറെ ആരും ചേർന്നിട്ടാണ്. പറഞ്ഞു വലിയ ഐഡിയ? UNEPയും ആരൊക്കെ ചേർന്നിട്ട് അതിന് ഐഡിയ? UNEPയും IUCN കൂടെ ചേർന്നിട്ടാണ് സൈറ്റ്സ് എന്ന് പറയുന്ന ട്രീറ്റി തുടങ്ങിയത്, അല്ലെങ്കിൽ കൺവെൻഷൻ തുടങ്ങിയത്. സൈറ്റ്സിനെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇത്ര മാത്രം ചോദിച്ചിരുന്നാൽ മതി. സൈറ്റ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു 1973. ഇതിനെ വിളിക്കുന്ന വേറൊരു പേര് വാഷിംഗ്ടൺ കൺവെൻഷൻ എന്നാണ്. വാഷിംഗ്ടൺ കൺവെൻഷൻ. പിന്നെ PYQ ഉള്ള കാര്യങ്ങൾ ഞാൻ PYQ ആയിട്ട് ഇവിടെ പറഞ്ഞുതരാം. PYQ ആണ്, സൈറ്റ്സ് ഒരു PYQ ആണ്, ചെയ്ത് പോവാം. 1973 വേൾഡ് എൻവയോൺമെന്റ് ഡേ ഉണ്ടായത്. എന്നാ വേൾഡ് എൻവയോൺമെന്റ് ഡേ പറയാമോ? 1970. ഞാൻ മുകളിൽ വർഷവും കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതിനുവേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കുന്നത്. ജൂൺ 5, 1973 ജൂൺ 5 ആദ്യത്തെ എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. സ്റ്റേറ്റ്സ് അഡോപ്റ്റ് കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ്, CMS, കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ്. പിന്നെ വേറൊരു പേര് വിളിക്കും ബോൺ കൺവെൻഷൻ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോൺ കൺവെൻഷൻ. UNEP ആണ് തുടങ്ങിയത് 1979. ഓക്കെ, 1979. ഇത് ഒരു പ്രാവശ്യം UPSC ചോദിച്ചിട്ടുണ്ട്, ഏത് വർഷം എനിക്ക് ഓർമ്മയില്ല. സ്റ്റേറ്റ് സൈൻ കൺവെൻഷൻ ഓൺ ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ടറി പൊല്യൂഷൻ. നോക്കി, അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് സ്റ്റിൽ ഏതോ ഒരു വർഷം നോക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. PYQ ഈ ഗോത്തൻബർഗ് പ്രോട്ടോകോൾ ഏതോ വർഷം ചോദിച്ചിട്ടുണ്ടോ? ഗോത്തൻബർഗ് പ്രോട്ടോകോൾ, ലിസ്ബൺ പ്രോട്ടോകോൾ ഏതെങ്കിലും വർഷം ചോദിച്ചിട്ടുള്ളതാണോ PYQല്? ഡു യു റിമെമ്പർ? മേ ബി മെയിൻസിലോ മറ്റോ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എവിടെയാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കി വെച്ചേക്കാം. വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി, IUCN ആണ് തുടങ്ങിയത് ഈ വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി. സ്റ്റിൽ അത്ര നിർബന്ധമല്ല, അത് പഴയൊരു പ്രോഗ്രാമാണ്, നിർബന്ധമൊന്നുമില്ല. IUCN ആണ് തുടങ്ങിയത്. ഓക്കെ, ഇൻ പാർട്ണർഷിപ്പ് വിത്ത് UNEP ആൻഡ് IUCN. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഞാൻ വേണ്ട ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് നോക്കേണ്ടത് വിയന്ന കൺവെൻഷൻ നമ്മൾ പഠിക്കും, പിന്നീട് ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷനോട് ബന്ധപ്പെട്ട് പഠിക്കും. ഇതൊക്കെ നിങ്ങൾ പലയിടത്തായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഇത്രയും പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ 1988 UNEPയും വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ ചേർന്ന് തുടങ്ങിയ ഒരു സയന്റിഫിക് ബോഡിയാണ് IPCC. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. ടൈം ലൈൻ ആയിട്ടാണ്, ഡിഫറെന്റ് ടൈം ലൈനിൽ ഓരോ വർഷവും UNEPയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2007 IPCCക്ക് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന് നൊബേൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. IPCC ഇത് വേറൊരു ഇവന്റ് ആണ്. ഈ നോട്ട് വായിക്കുമ്പോൾ ഞാൻ നോട്ട് ഷെയർ ചെയ്യാം, ഇന്ന് തന്നെ ഇതെല്ലാം ഷെയർ ചെയ്യാം. നോട്ട് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് പല സ്ഥലത്തായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുള്ളതാണല്ലേ. അപ്പൊ അതിനെല്ലാത്തിൻ്റെ അടുത്ത് ഒരു പേജ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ, ആ ഒരു വെബ്സൈറ്റിൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തേക്കുന്നതാണ്. ദെൻ ബേസിൽ കൺവെൻഷൻ നമ്മൾ പഠിക്കും, പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. ഗ്ലോബൽ എൻവയോൺമെന്റൽ ഫെസിലിറ്റി ലോഞ്ചസ് 1992 ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ. PYQ ആണ്.
1992 തന്നെ CBD UN CBD ഉണ്ടായി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, വിട്ടേക്കുക, നിർബന്ധമില്ല. 1992 UN ഹോൾസ് എർത്ത് സമിറ്റ് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ഇതെല്ലാം UN ഹോൾസ് എർത്ത് സമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് UN-നകത്തുള്ള ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? UNEP ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു വന്നിരിക്കുന്നത്. എർത്ത് സമിറ്റ് നമ്മളിത് പഠിക്കും. UNFCCC ഉണ്ടായി, നമ്മൾ പഠിക്കും. റോട്ടർഡാം കൺവെൻഷൻ, അഗെയിൻ കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, ഇതിൻ്റെയൊക്കെ മൂവ്മെന്റ്സ് പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റോട്ടർഡാം കൺവെൻഷന്റെ ഉദ്ദേശം. ഞാനിത് ഇവിടെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ എന്താന്നുള്ളത്. ഇവിടെ നിങ്ങളൊന്ന് PDF നിങ്ങളുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒറ്റ ലൈനിൽ കാര്യം എഴുതിയിട്ടുണ്ട്. Convention would help in developing countries make informed decision about whether to import a range of pesticides and industrial chemicals. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഏത് വർഷം വന്നു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ദെൻ UNEP ഒരു മേജർ ഇവന്റ് ആണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ കൺസർവേഷന് വേണ്ടിയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ്, ഇൻഡിവിജ്വൽസിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് UNEP കൊടുക്കുന്ന ഒരു അവാർഡാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത്. നോക്കാം. അടുത്തത് മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെന്റ് റിപ്പോർട്ട് ലോഞ്ച് ചെയ്യുന്നത് 2005-ലാണ്. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെന്റ് പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കോറൽ റീഫ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതാ. SDG മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെന്റ് അല്ല, അത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എൻവയോൺമെന്റിൽ പഠിക്കത്തില്ലേ? പ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ, കൾച്ചറൽ ഫംഗ്ഷൻ, റിക്രിയേഷണൽ സർവീസസ്, അങ്ങനെ പല പല സർവീസസ് പഠിക്കില്ലേ എക്കോസിസ്റ്റത്തിന്? നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഐഡിയ കൊണ്ടുവരുന്നത് ഈ മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെന്റ് എന്ന് പറയുന്ന സർവേ ആണ്. പിന്നെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ, ഇത് പ്രത്യേകം നോക്കുക, ദിസ് ഈസ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ POP. മറ്റേത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. സ്റ്റോക്ക്ഹോം കൺവെൻഷനും സ്റ്റോക്ക്ഹോം കോൺഫറൻസും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഈസ് റിലേറ്റഡ് ടു ദറ്റ് കോൺഫറൻസ്. ദിസ് കൺവെൻഷൻ ഈസ് സ്ട്രിക്ട്ലി റിലേറ്റഡ് ടു പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഒക്കെ നമ്മൾ ഫുഡ് ചെയിൻ്റെ സമയത്തൊക്കെ, അല്ലെങ്കിൽ ബയോ മാഗ്നിഫിക്കേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഡു യു റിമെമ്പർ? ബയോ മാഗ്നിഫിക്കേഷൻ സമയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ POP എന്താണെന്നുള്ളതൊക്കെ? ഓക്കെ, ദെൻ കണ്ടോ 2007 IPCC ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വിൻസ് എ നോബൽ പ്രൈസ്. കിട്ടിയിട്ടുണ്ട്. മേജർ ഇവന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. റെഡ് ലോഞ്ച് ചെയ്തു, ഇതൊക്കെ നമുക്ക് ഡിസർട്ടിഫിക്കേഷനിൽ പഠിക്കാം. നഗോയ പ്രോട്ടോകോൾ PYQ ആണ്. ഇത് നമ്മൾ UNCBD ആയിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നഗോയ പ്രോട്ടോകോൾ അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ദെൻ UNEP ഒരു മേജർ പബ്ലിക്കേഷൻസ് ഇത് പഠിച്ചു വെച്ചേക്കുക. എമിഷൻസ് ഗ്യാപ്പ് റിപ്പോർട്ട്. UNEP ഒരു മേജർ പബ്ലിക്കേഷൻ ആണ്. എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് UNEP ആണ്. പിന്നെന്താ ഉള്ളത്? എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പോലെ പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടും ഇല്ലേ? പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടും UNEP ചെയ്യുന്നത്. എനിവൺ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ടും പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടും ഒക്കെ UNEP തന്നെയാണ്. UNEP ആ റിപ്പോർട്ട് നിന്ന് നോക്കി വെച്ചേക്കാം. മിനമാദ കൺവെൻഷൻ ഓൺ മെർക്കുറി, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി അങ്ങോട്ടുള്ളത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ്, UNEP ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് പ്രത്യേകം നോക്കി വെച്ചേക്കാം. ആ ഭാഗങ്ങൾക്കൊന്ന് ഫോക്കസ് കൊടുക്കണേ. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ നിന്നിട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് കുറെ കൂടിയൊക്കെ ക്ലാരിറ്റി വേണ്ടത്. എന്താണ് ഓരോന്നും, എന്താണ് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതൊക്കെ ഒരു ക്ലാരിറ്റി വേണം. ഇവിടെയും ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഇൻ 2014 UNEP കീഴിൽ ഒഫീഷ്യൽസ് യുണൈറ്റഡ് ഫോർ ദ ഫസ്റ്റ് UN എൻവയോൺമെന്റ് അസംബ്ലി. നമ്മൾ UN ജനറൽ അസംബ്ലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട്, അതായത് 2013 വരെ എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ടും 1.5°C റിപ്പോർട്ടും അല്ല 1.5°C റിപ്പോർട്ട് 2 അത് വേറെ, അത് IPCC-ന്റെ 1.5°C റിപ്പോർട്ട്. ഓക്കെ,
emission gap report is different. 1.5 degrees Celsius report, global warming 1.5 degrees Celsius report is different. ഗ്ലോബൽ വാർമിംഗ് 1.5 ഡിഗ്രി സെൽഷ്യസ് റിപ്പോർട്ട് ഇറക്കുന്നത് IPCC ആണ്. എമിഷൻ ക്യാപ് റിപ്പോർട്ടാണ് UNEP. എന്താണ് എമിഷൻ ക്യാപ് റിപ്പോർട്ട് എന്നുള്ളത് പറഞ്ഞു തരാം ഞാൻ. ഓക്കെ, തൽക്കാലം അവിടെ നിർത്തി വെച്ചിരുന്നാൽ മതി. 2014 ആദ്യത്തെ എൻവയോൺമെന്റൽ അസംബ്ലി ഫോം ചെയ്തതിന്റെ റീസൺ എന്ന് പറയുന്നത്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ ബാക്കി ഇനി കുറെ കാര്യം ക്യോട്ടോ ഒക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാവും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് 2014 എൻവയോൺമെന്റൽ അസംബ്ലി ഉണ്ടായെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു റീസൺ നോക്കിക്കഴിഞ്ഞാൽ 2015 നമുക്ക് ഇവിടെ കാണാൻ കഴിയും പാരീസ് എഗ്രിമെന്റ് ലോഞ്ച് ചെയ്തത്. ക്ലൈമറ്റ് ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് ചേഞ്ചിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ഡിസിഷനാണ് പാരീസ് എഗ്രിമെന്റ് ഫോം ചെയ്യാനുള്ളത്. നമുക്ക് അതിന് തൊട്ട് മുന്നത്തെ വർഷമാണ് എൻവയോൺമെന്റൽ അസംബ്ലി ഫോം ചെയ്തത്, അല്ലെങ്കിൽ ജോയിൻ ചെയ്തത്, കൺവീൻ ചെയ്തത്. അപ്പൊ അതിന്റെ ലോജിക്കൽ ഇത്രേ ഉള്ളൂ. ഒരു മേജർ ഇവന്റ് നടന്നത് 2015 അതിലേക്ക് നമ്മൾ ഇനി വെറുതെ ഇരുന്നാൽ പോലെ ഇത്രയും വർഷം നമ്മൾ 1972 മുതൽ ഇത്രയും വർഷം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. ആ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അർജന്റായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി കൂടിയ മീറ്റിംഗ് ആണ് UN എൻവയോൺമെന്റൽ അസംബ്ലി. അതിന്റെ റിസൾട്ട് ആയിരുന്നു പാരീസ് എഗ്രിമെന്റ് തൊട്ടടുത്ത വർഷം. ഓക്കെ, നമ്മളിത് കുറെ കൂടി ക്ലാരിറ്റി കിട്ടി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ടൈമിൽ ഫുള്ള് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും. പാരീസ് എഗ്രിമെന്റ് ഉണ്ടായി. 2012 ഇതൊരു PVQ ആണ്. ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് മാറിപ്പോയി. മുമ്പ് വരേണ്ടതാണ്. ഇതൊരു PVQ ആണ്. IPBES നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IPBES കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും PVQല്? ഇതൊരു PVQ ആണ്. ഓക്കെ, ഇന്റർ ഗവൺമെന്റൽ പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസസ്. ഇത് PVQ ആണ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. UNEP അല്ല ഇത് തുടങ്ങിയത്, ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് ബോഡി. UNEP അല്ല, UNEPന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 2015 തന്നെയാണ് നമ്മൾ SDGs അഡോപ്റ്റ് ചെയ്തത്. കണ്ടോ, 2015 പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി, അപ്പൊ തന്നെയാണ് SDGs, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഡോപ്റ്റ് ചെയ്തു. ഈ 2016 UNEP റിലീസ് ചെയ്ത റിപ്പോർട്ടാണ് ഫ്രോണ്ടിയേഴ്സ് റിപ്പോർട്ട്. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്രോണ്ടിയേഴ്സ് റിപ്പോർട്ടിൽ UNEP സൂണോട്ടിക് ഡിസീസസ്, ഇനി അങ്ങോട്ടുള്ള ടൈം സൂണോട്ടിക് ഡിസീസസിന്റെ ടൈമാണ്. ഒത്തിരി സൂണോട്ടിക് ഡിസീസസ് സ്പ്രെഡ് ആവും എന്നുള്ളത് 2016 വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ. അതിനുശേഷം 5 വർഷം കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്ത് വന്നത്? കോവിഡ് വന്നത്. COVID-19 പാൻഡമിക് വന്നത്. അപ്പൊ ആ ഒരു ഫ്രോണ്ടിയേഴ്സ് റിപ്പോർട്ടിന്റെ റെലവൻസ് അതായിരുന്നു. ഒരു 4-5 ഇയേഴ്സ് ബാക്ക് തന്നെ UNEP അത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, സൂണോട്ടിക് ഡിസീസസ് സ്പ്രെഡിന്റെ ഒത്തിരി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഈ റിപ്പോർട്ടിനകത്ത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഫ്രോണ്ടിയേഴ്സ് റിപ്പോർട്ട് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ദെൻ 2019 ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഈ കാര്യങ്ങളൊക്കെ UNEP ലോഞ്ചസ് ഇനാഗുറൽ എൻവയോൺമെന്റൽ റൂൾ ഓഫ് ലോ റിപ്പോർട്ട്. ചിലപ്പോൾ UPSC ചോദിക്കുന്ന ഇതൊക്കെ ആയിരിക്കാം. എൻവയോൺമെന്റൽ റൂൾ ഓഫ് ലോ റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻ. അത് മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, അല്ലാണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. എൻവയോൺമെന്റൽ റൂൾ ഓഫ് ലോ റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ UNEP. അത് മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആണ്? നോക്കി വെച്ചേക്കാം. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ഓഫേഴ്സ് എ ഫ്രെയിംവർക്ക് ഫോർ അഡ്രസ്സിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ ലോസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട, ഇതിനകത്തുള്ള ഡേറ്റ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അർത്ഥമുണ്ടോ? UN ഹോൾഡ്സ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ്. എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ. എന്നാണ്? 7th September. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ചോദിക്കും, കാര്യം ഇതൊക്കെ 2020 തുടങ്ങിയതാണ്. ഇതുവരെ UPSC ചോദിച്ചിട്ടില്ല. 2020 UNEP തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ. എയർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ UPSC അത് ചോദിക്കാം. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ കേൾക്കാത്തൊരു സാധനമാണ്, പക്ഷേ UNEPയുടെ വെബ്സൈറ്റിൽ അതുണ്ട്. August 7 ആണ്. വേണമെങ്കിൽ September 7 ആണ്. UPSC വേണമെങ്കിൽ അത് ചോദിക്കാം. ആ ഡേറ്റ് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. UNEP തുടങ്ങിയതാണ് എന്നുള്ള ആലോചിച്ച് വെച്ചേക്കാം. കേട്ടോ, അടുത്ത ഈ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. 2021 റിലീസ് ചെയ്ത റിപ്പോർട്ടാണ് മേക്കിംഗ് പീസ് വിത്ത് നേച്ചർ, ഈസ് പബ്ലിഷ്ഡ് ബൈ UNEP. അത്ര മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. മേക്കിംഗ് പീസ് വിത്ത് നേച്ചർ UNEP ഇറക്കുന്ന റിപ്പോർട്ടാണ് 2021. അതേപോലെ ഈ ഡെക്കേഡ് 2021-2030 ഡെക്കേഡ് എന്ന് പറയുന്നത് UN ഡെക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ? UN ഡെക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. അപ്പൊ ആലോചിച്ച് ഇതൊക്കെ മെയിൻസിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഏരിയ ആണ്. എന്താണ് ഈ ഡെക്കേഡിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് മെയിൻസിന്റെ സമയത്ത് വായിക്കാം.
പിന്നെ ഇതേ ഡെക്കേഡ് തന്നെയാണ് ഈ 2021-30 വേറൊരു ഡെക്കേഡ് കൂടിയാണ് ദ UN ഡെക്കേഡ് ഓൺ ഓഷ്യൻസ്. അതുകൊണ്ട് കേട്ടോ 2021-30 എന്ന് പറയുന്നത് UN ഡെക്കേഡ് ഓൺ ഓഷ്യൻസ് കൂടിയാണ് എന്നുള്ളത് വെച്ച് വെച്ചേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വേണോ വരാം, നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. അതേപോലെ 2021 UNEPയുടെ വെബ്സൈറ്റിലുള്ള ഒരു ഡേറ്റയാണ് 2021 ദ പ്രൊഡക്ഷൻ ഓഫ് ലെഡഡ് ഫ്യൂവൽ എൻഡ്സ്. വേണമെങ്കിൽ UPSC അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റിൽ ഇപ്പോഴും ലെഡഡ് പെട്രോള്, ലെഡഡ് ഫോസിൽ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. ഗ്ലോബലി ദ പ്രൊഡക്ഷൻ ഓഫ് ലെഡഡ് ഫ്യൂവൽ എൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 2 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ ആസ് പെർ UNEP നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങൾക്ക് അറിയാം. ആ ഹ്യൂമൻ റൈറ്റ്സിലേക്ക് ഒരു റൈറ്റ് കൂടി ആഡ് ചെയ്യപ്പെട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, എൻവയോൺമെന്റൽ റൈറ്റ്സ്. എൻവയോൺമെന്റൽ റൈറ്റ്സ് കേട്ടായിരുന്നു. അപ്പോൾ ബേസിക് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സിൽ ഒന്നാണ് എൻവയോൺമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ പൊളിറ്റിയിലാണെങ്കിൽ നിങ്ങൾ അത് ഏത് ആർട്ടിക്കിളിൽ കൊടുക്കും? എൻവയോൺമെന്റൽ റൈറ്റ് ഏത് ആർട്ടിക്കിൾ കൊടുക്കും? ആർട്ടിക്കിൾ 21 അത് കൊടുക്കും. ഓക്കെ, ഗുഡ്. ദെൻ 2022 ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കി വെച്ചേക്കണേ. ഈ ഭാഗങ്ങളൊന്നും എക്സ്ട്രാ റെഫർ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. 2022 ഗ്ലോബൽ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീമായിരുന്നു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു റെസൊല്യൂഷൻ UN എൻവയോൺമെന്റൽ അസംബ്ലി എന്ന് ഫോം ചെയ്തതാ. റെസൊല്യൂഷനായിട്ട് UN എൻവയോൺമെന്റൽ അസംബ്ലി എന്നാ ഫോം ചെയ്തത്? 2014 UN എൻവയോൺമെന്റൽ അസംബ്ലി ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു എൻവയോൺമെന്റൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എൻഡ് ചെയ്യാനായിട്ട്. ദെൻ UN റെക്കഗ്നൈസസ് എൻവയോൺമെന്റൽ റൈറ്റ്. നമ്മൾ നേരത്തെ ഇവിടെ ഒരു റൈറ്റ് ടു ഹെൽത്തി എൻവയോൺമെന്റ് ഇവിടെ 2021 പാസ്സാക്കിയ റൈറ്റ് UN ജനറൽ അസംബ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നത് അടുത്ത വർഷമാണ്. ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടുത്തെ എൻവയോൺമെന്റ് റൈറ്റ് UN റെക്കഗ്നൈസ് ചെയ്യുന്നത് തൊട്ടടുത്ത വർഷമാണ്. നമ്മളാലോചിച്ച് വെച്ചേക്കാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസിനോ പ്രിലിംസിനോ ഒക്കെ ചോദിക്കാം. നമ്മളിത് ബയോഡൈവേഴ്സിറ്റി പഠിക്കും. സ്റ്റേറ്റ്സ് അഡോപ്റ്റ് കുമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. ഇത് വേണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ചോദിക്കാം. എന്താണ് ഈ കുമിങ് മോൺട്രിയൽ ഫ്രെയിംവർക്ക്? കുമിങ് മോൺട്രിയൽ ഫ്രെയിംവർക്ക് ഈസ് റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UNCBD ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കറണ്ട് അഫെയർ ആണ്, ചോദിക്കാം. കുമിങ് മോൺട്രിയൽ ഗ്ലോബൽ ഫ്രെയിംവർക്ക് ഈസ് റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. 2023 UNEP ഒരു ഗ്ലോബൽ ഫ്രെയിംവർക്ക് ഓൺ കെമിക്കൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് വന്നിട്ടില്ല, എവിടെയാണ് സൈൻ ചെയ്യുന്നുള്ളത് വന്നിട്ടില്ല, അത് വരും. ഇതെല്ലാം ലേറ്റസ്റ്റ് ഇവന്റ്സ് ആണ്, തൊട്ട് കഴിഞ്ഞ വർഷത്തെ ഇവന്റ്സ് ആണ്. ഗ്ലോബൽ ഫ്രെയിംവർക്ക് ഓൺ കെമിക്കൽസ് വരുന്നുണ്ട്. അത് പ്ലേസ് ഏതാന്നുള്ളത്, ഏത് ഫ്രെയിംവർക്കിന്റെ പേര് ഒഫീഷ്യലി പിന്നീട് വീടും. സ്റ്റേറ്റ് അഡോപ്റ്റ്സ് ഹൈ സീസ് ട്രീറ്റി. കണ്ടോ, ഇത് നോക്കി വെച്ചേക്ക്. കഴിഞ്ഞ വർഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റിൽ ഒന്നാണ് ഹൈ സീസ് ട്രീറ്റി. എന്താണ് ഈ ഹൈ സീ ട്രീറ്റി എന്നുള്ളത് നോക്കാം. എന്താണ് ഹൈ സീ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹൈ സീ നമ്മുടെ UN ക്ലോസ് അനുസരിച്ച്, UN കൺവെൻഷണൽ ലോ ഓഫ് സീ അനുസരിച്ചിട്ട് ഓഷനെ പല പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടില്ലേ. അപ്പം അതിനകത്ത് ഹൈ സീ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. പ്ലീസ് റെഫർ ഇറ്റ്. അപ്പം അതിനുള്ളിൽ ദിസ് അക്കോർഡ് എയിംസ് ടു പ്രൊട്ടക്ട് ഓഷ്യൻ ആൻഡ് മറൈൻ ബയോഡൈവേഴ്സിറ്റി ഇൻ ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ഹൈ സീ എന്ന് പറയുന്നത് ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ നാഷണൽ ജൂറിസ്ഡിക്ഷൻ അത് വരുന്ന ഓഷ്യൻ ഏരിയ, സീ ഏരിയയൊക്കെ ഓരോരോ നേഷൻ പ്രൊട്ടക്ട് ചെയ്തോളും. പക്ഷേ ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷനകത്ത് വരുന്ന ഏരിയാസിന് ആര് പ്രൊട്ടക്ട് ചെയ്യും? അതിനകത്ത് ബയോഡൈവേഴ്സിറ്റി ആര് പ്രൊട്ടക്ട് ചെയ്യും? അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ട്രീറ്റിയാണ് ഹൈ സീ ട്രീറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണോ നോക്കിയേക്കാം. ഇതാണ് 50 years ഓഫ് UNEP. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് UNEP എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. നിങ്ങൾക്കൊരു 2014 ശേഷം സംഭവിച്ച കാര്യങ്ങൾ, ഈ എൻവയോൺമെന്റ് അസംബ്ലിക്ക് ശേഷം ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു, അല്ലെങ്കിൽ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഗ്ലോബലി നടക്കുന്ന ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പം അതാണ്
UNEP പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതല്ലെങ്കിൽ ആരും വായിക്കാനായിട്ട് പോകുന്നില്ല. UNEPയുടെ വെബ്സൈറ്റിനകത്ത് ഈ ഒത്തിരി ഡേറ്റ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഒത്തിരി കിട്ടും. അപ്പം ഞാൻ അതിനകത്ത് പോയിട്ട് എനിക്ക് അതുകൊണ്ട് കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നത്. എനിക്ക് ഒരു കിട്ടുന്ന സമയം അനുസരിച്ചിട്ട് എനിക്കിത് വായിച്ചൊന്ന് നോട്ട് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇടയ്ക്ക് ക്ലാസ് എടുക്കായിരുന്നു. പക്ഷെ പഴയ ഡേറ്റ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പുതുതായിട്ട് എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു കൂടിയാണ് ടൈം എടുത്തത്. ഇത് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം, ഞാൻ പറഞ്ഞ ഡെപ്തിലുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അത്രയും കാര്യം നോക്കി വെച്ചേക്കാം. ഇതായിരുന്നു ഒരു ഈവന്റ്. UNEP 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് പറഞ്ഞു, UNEP ഉണ്ടായെന്നുള്ള കാര്യം പറഞ്ഞു. ആ UNEP എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ശരി, ഞാൻ ഇവിടെ വെച്ചിട്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ എടുക്കാം. ഇല്ലെങ്കിൽ റെക്കോർഡിംഗ് കാണുന്ന ആൾക്കാർക്ക് ഒത്തിരി ലെങ്ത് ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. തൽക്കാലം റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത വീഡിയോ പറയാം.